Good morning, my dear students. Welcome back to our online class. In the last class, we have completed our 4th chapter. Today, we are going to study about our 5th chapter. The title of the chapter is Economic Sources. You have heard the project Sambhurna. It collects and records all details related to every student of a school. Here are some pictures of parents' occupations. See the pictures. We can see many pictures related to occupations. You can see the pictures of agriculture, hotels, banking sector, construction sector. So many pictures you can see. Okay. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാം ഇതിൽ അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒക്യുപ്പേഷൻ, ഓരോരുത്തരുടെ തൊഴിലുകളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് പിക്ചറുകളുണ്ട്, ഒരുപാട് തൊഴിലുകളെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചറുകളുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഒരു ടീച്ചർ സമ്പൂർണയുമായിട്ട് ഒരു കുട്ടിയുടെ റെക്കോർഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്പൂർണ്ണ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒക്യുപ്പേഷൻസ്, അതിൻ്റെ പിക്ചറുകളാണ്. ഓക്കെ, യു മേ ബി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് ഒക്യുപ്പേഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒക്യുപ്പേഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കണ്ടത് അല്ലേ. ദീസ് ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. അപ്പൊ ഈ ഒക്യുപ്പേഷൻസ് എല്ലാം തന്നെ നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്താണ് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ്. ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. അപ്പൊ നമുക്ക് എല്ലാ ഒക്യുപ്പേഷനെയും, ഇങ്ങനെയുള്ള എല്ലാ ഒക്യുപ്പേഷനെയും നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടാണ് അവ പറയുന്നത്? ദേ ജനറേറ്റ് ഇൻകം. അതിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ എന്താണ്? വാട്ട് ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്? ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം are called economic activities. Activities that generate income are called economic activities. Then some economic activities are related to agricultural sector and some related to industrial sector, or some activities related to service sector. So many economic activities related to different sectors. അല്ലേ? ഇപ്പൊ നമുക്കറിയാം ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട പിക്ചർ തന്നെ അല്ലെ, ഒരുപാട് ഒക്യുപ്പേഷന്റെ പിക്ചർ കണ്ടു. അതിൽ തന്നെ എല്ലാം ഒരു സെക്ടറിൽ മാത്രം ഉള്ളതല്ല അല്ലെ, ഒരുപാട് സെക്ടറിൽ. ചിലത് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്, ചിലത് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്, ചിലത് സർവീസുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് ഒക്യുപ്പേഷൻസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? സം എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ ഫാമിംഗ് അങ്ങനെയുള്ളതൊക്കെ തന്നെ ഏതാണ്? ഫാമിങ് നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് പറയാം. എന്നാൽ പിന്നെ അതേപോലെ തന്നെ സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ടീച്ചിങ്, അതുപോലെ തന്നെ ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള ഒക്യുപ്പേഷൻ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം സർവീസ് സെക്ടറിൽ. പിന്നെ ഇൻഡസ്ട്രിയൽ വർക്കുകൾ അല്ലെ, ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ വർക്കുകൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും പിന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്? ഒരുപാട് ആക്ടിവിറ്റീസ് ഏതൊക്കെ സെക്ടറായിട്ട്? അഗ്രികൾച്ചറൽ സെക്ടർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ എന്നിവയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പ്രൈമറി സെക്ടർ ആണ്. വാട്ട് ഈസ് പ്രൈമറി സെക്ടർ? പ്രൈമറി സെക്ടർ. What is primary sector? The sector involving activities making direct use of natural resources is called primary sector. The sector involving activities making direct use of natural resources is called primary sector. നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്ടറിൽ നമ്മൾ
എന്തിനാണ്? ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സെക്ടറിനെയാണ് എന്ത് പറയുന്നത്? പ്രൈമറി സെക്ടർ. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയും. നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്നതാണ് ഏത്? പ്രൈമറി സെക്ടർ. ഇനി അടുത്തത് അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അഗ്രികൾച്ചറൽ ബേസ് ചെയ്തിട്ട് അല്ലെ, എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ? അഗ്രികൾച്ചറൽ സെക്ടർ എന്തായിരിക്കും? അഗ്രികൾച്ചറൽ സെക്ടർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്. ദിസ് സെക്ടർ ഈസ് ആൾസോ കാൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു പ്രധാന ഭാഗം ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്. ദിസ് ഈസ് കാൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചർ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡറി സെക്ടർ. Secondary sector. What is secondary sector? Economic activities that manufacture goods making use of the products of primary sector. The products of primary sector as the raw materials. Such activities fall under the secondary sector. Economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. ഇപ്പോൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ പ്രൈമറി സെക്ടറിലുള്ള ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുക. അത് ഏത് സെക്ടറിലാണ് വരിക? ഇപ്പൊ സെക്കൻഡറി സെക്ടർ അല്ലെ, പ്രൈമറിയിൽ ഉള്ള ആ റോ മെറ്റീരിയൽസ് അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്, അത് ആണ് സെക്കൻഡറി സെക്ടറിൽ. ഇനി നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ സെക്ടർ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതിൽ മേജർ പാർട്ട് അഗ്രികൾച്ചർ ആണ്. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നുള്ളത്. ഇൻഡസ്ട്രിയൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് gives more importance to industrial activities. It is called industrial sector. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അങ്ങനെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടർ. എക്കണോമിക് ആക്ടിവിറ്റീസ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ പ്രൈമറീസ് നമ്മൾ എന്താ? പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. വാട്ട് ഈസ് പ്രൈമറി സെക്ടർ? Primary sector means the sector involving activities making direct use of natural resources is called primary sector. Agricultural sector. Agricultural sector activities related to agriculture form a major part of it. This is called agricultural sector. And the third one, secondary sector. Secondary sector means economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. Industrial sector means economic activities gives more importance to industrial activities. It is called industrial sector. Next one, tertiary sector or service sector. Tertiary sector or service sector. Tertiary sector. It is also called service sector. What is tertiary sector or service sector?
tertiary sector. It is also tertiary sector also called service sector. Then tertiary sector includes all services. Tertiary sector എന്ന് പറയുന്നത് ഇത് സർവീസ് സെക്ടർ എന്നുള്ള പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇതിൽ എല്ലാ സർവീസസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതില് ഈ ഒരു tertiary സെക്ടറിൽ. Then service sector or tertiary sector collects and distributes products of primary and secondary sectors. Tertiary sector or service sector collects and distributes products of primary and secondary sector. Primary സെക്ടറിലെയും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടറിലെയും പ്രോഡക്ട്സുകൾ കളക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? tertiary sector അല്ലെങ്കിൽ സർവീസ് സെക്ടർ, രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് tertiary sector അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയാണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എന്താണ്? tertiary sector or service sector that collects and distributes all the products of primary and secondary sector. Then service sector includes education, banking. ഇപ്പോൾ സർവീസ് സെക്ടറിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്? എഡ്യൂക്കേഷൻ, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, IT, etc. includes സർവീസ് സെക്ടർ. അപ്പൊ സർവീസ് സെക്ടറിൽ നമുക്ക് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷന്റെ, ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, IT ഇതെല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? tertiary sector or service sector include ചെയ്യുന്നുണ്ട്. Then economic growth take place when primary, secondary and tertiary sector function as a whole. അപ്പോൾ നമുക്ക് നമ്മുടെ economic growth take place when primary, secondary and tertiary sector function as a whole. നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് അത് സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? ഈ മൂന്ന് സെക്ടറുകളും ഒന്നിച്ച് പ്രവർത്തിക്കണം. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഈ മൂന്ന് സെക്ടറും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് സാധ്യമാവുള്ളൂ, പോസിബിൾ ആവുള്ളൂ എന്നുള്ളത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റോ കോട്ടൺ അല്ലെ, കോട്ടൺ എന്നുള്ളത് പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടറാണ്. കോട്ടൺ നിങ്ങൾക്കറിയാം കോട്ടൺ എന്താന്നുള്ളത്. ആ കോട്ടൺ എന്നുള്ളത് ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലെ. എക്സാമ്പിൾ ഞാൻ പറയാം. റോ കോട്ടൺ നോക്കൂ. റോ കോട്ടൺ എന്നുള്ളത് ഏതിന്റെയാണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ ആണ് അല്ലെ. പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ, കാരണം ഒരു നാച്ചുറൽ റിസോഴ്സസ് ആണ് കോട്ടൺ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ അല്ലെ. അപ്പൊ അത് പ്രൈമറി സെക്ടറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ദെൻ ദിസ് ഈസ് ദ റോ മെറ്റീരിയൽ ടു ദിസ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇത് ഏതിന്റെയാണ്? കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെ. റോ മെറ്റീരിയൽ ആണ്. ഏതിന്റെ റോ മെറ്റീരിയൽ ആണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആണ് ഏത്? കോട്ടൺ എന്നുള്ളത്. അപ്പൊ ഇത് ഏത് സെക്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൈമറി സെക്ടറിൽ. Then the services of transport and communication are essential for supplying and these products to the customers. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ പ്രോഡക്ട്സുകൾ ഇപ്പൊ കോട്ടൺ എന്നുള്ളത്, കോട്ടൺ ഉപയോഗിച്ചു നമ്മൾ ടെക്സ്റ്റൈലിൽ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറീസിൽ നമ്മൾ ക്ലോത്ത്സുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഫാക്ടറികളിൽ അങ്ങനെ തന്നെ കിടന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതെന്ത് എവിടേക്ക് എത്തണം? കൺസ്യൂമേഴ്സിലേക്ക് അല്ലെ, അത് വാങ്ങുന്നവരിലേക്ക് എത്തണം. അപ്പൊ എന്ത് വേണം? ദ സർവീസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രോഡക്ട്സ് ടു ദി കൺസ്യൂമേഴ്സ് അല്ലെ. അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോ ഈ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് ഏതിലാണ്? ഓൾ ദീസ് ആർ സർവീസസ് ഓഫ് ടെർഷ്യറി സെക്ടർ അല്ലെ. സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് ഏതിലാണ്? ടെർഷ്യറി സെക്ടറിലാണ്. അപ്പൊ നമ്മള് റോ കോട്ടൺ എന്നുള്ളത് ഒരു നാച്ചുറൽ റിസോഴ്സ് പ്രൈമറി സെക്ടറിലെയാണ്. പിന്നീട് ആ പ്രൈമറി സെക്ടർ ഇത് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡറി സെക്ടറിലാണ് നമ്മളവിടെ എന്ത് നടക്കുന്നത്?
ടെക്സ്റ്റ് ക്ലോത്തുകളാക്കി മാറ്റുന്നത് സെക്കൻഡറി സെക്ടറിൽ ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ച്. പിന്നീട് മൂന്നാമത്തത് എവിടെ എത്തുന്നുണ്ട്? കൺസ്യൂമേഴ്സിലേക്ക്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് എവിടെ എത്തുന്നുണ്ട്? കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂന്നെണ്ണം അല്ലെ, എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ് when primary, secondary and tertiary sectors function as a whole. അല്ലെ, ഇത് മൂന്നും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു എക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആവുള്ളൂ. Then next, here is a picture of depicting the interrelation among the sectors. അപ്പൊ നിങ്ങൾക്കൊരു പിക്ചർ കാണാം. ആ പിക്ചറിൽ എന്താണ്? ഡെപ്പിക്റ്റിംഗ് ദി ഇന്റർ റിലേഷൻ എമംഗ് ദീസ് സെക്ടേഴ്സ്. ദീസ് സെക്ടേഴ്സ് മീൻസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടർ മൂന്നും തമ്മിലുള്ള ഇന്റർ റിലേഷൻ കാണിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണുന്നത്. then can you elicit from the picture how they are interrelated? അപ്പൊ എങ്ങനെയാണ് ഇത് തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കണ്ടു, ഇത് തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ഇന്റർ റിലേഷൻ എന്നുള്ളത് എങ്ങനെയായിരിക്കും ഇന്റർ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പൊ നോക്കാം എങ്ങനെ ഇന്റർ റിലേറ്റ്. ദ സെക്ടേഴ്സ് ഓഫ് എക്കോണമി, അതായത് പ്രൈമറി സെക്ടർ, agricultural sector. Primary sector means agricultural sector. Then secondary sector, industrial sector, tertiary sector are mutually related to each other. നമ്മൾ പറഞ്ഞു മൂന്നും എന്താണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ ആർ മ്യൂച്വലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം മൂന്നും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണ് എന്നുള്ളത്. എങ്ങനെയാണ്? Raw materials for secondary sector is obtained from the primary sector. First, primary sector ൽ നിങ്ങൾക്ക് കാണാം raw materials for secondary sector is obtained from the primary sector. എവിടെ നിന്നാണ്? സെക്കൻഡറി സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള raw materials അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? primary sector. On the other hand, the tools and equipments for primary sector is obtained from secondary sector. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞത് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ പ്രൈമറി സെക്ടർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സെക്കൻഡറി സെക്ടർ. പ്രൈമറി സെക്ടറിലേക്കുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് അതെവിടെ നിന്നാണ്? സെക്കൻഡറി സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. Then the finished products are distributed to the consumers with the help of service sector. ഇനി അവിടെ വെച്ച് അത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അല്ലെ, ലാസ്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആർ distributed to the consumers with the help of service sector. ഇനി അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തണമെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തിന്റെ സർവീസ് ആവശ്യമാണ്? സർവീസ് സെക്ടർ നമുക്ക് ആവശ്യമാണ്. The service of laborers, vehicle, etc. are utilized for this. അതിനുവേണ്ടി നമ്മൾ എന്താ യൂട്ടിലൈസ് ചെയ്യുക? The service of laborers, vehicle, ലേബറേഴ്സിന്റെയും വെഹിക്കിൾസിന്റെയും സർവീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. Progress of primary sector laid the foundation for the secondary sector. The progress of these two sectors led to the development of tertiary sector. അപ്പൊ എങ്ങനെയാണ്? പ്രോഗ്രസ് ഓഫ് പ്രൈമറി സെക്ടർ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദി സെക്കൻഡറി സെക്ടർ. പ്രൈമറി സെക്ടറിൽ പ്രോഗ്രസ് ആയാലാണ് അത് എന്തിലെ പ്രോഗ്രസിലേക്ക്? സെക്കൻഡറി സെക്ടറിന്റെ പ്രോഗ്രസിലേക്ക് നയിക്കുക. ദ പ്രോഗ്രസ് ഓഫ് these sectors led to the development of tertiary sector. അപ്പോൾ പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലും പ്രോഗ്രസ് ഉണ്ടായാൽ മാത്രമേ അത് ഇതിന്റെ ഡെവലപ്മെന്റിന്, ടെർഷ്യറി സെക്ടറിന്റെ ഡെവലപ്മെന്റിന് കാരണമുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു മൂന്നും തമ്മിലുള്ള ഒരു ഇന്റർ റിലേറ്റ് അല്ലെ, ഫസ്റ്റ് പ്രൈമറി സെക്ടറിൽ അത് പിന്നെ ആ പ്രൈമറി സെക്ടറിൽ കോട്ടൺ, അത് സെക്കൻഡറി സെക്ടറിലുള്ള ഏതിലേക്ക് പോകുന്നുണ്ട്? ഫാക്ടറിയിലേക്ക് പോകുന്നു. മൂന്നാമത്തത് ടെർഷ്യറി സെക്ടറിൽ അത് കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നു. അപ്പൊ ഇങ്ങനെ മൂന്നും ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് മൂന്നും ഇന്റർ റിലേറ്റഡ് ആയാൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആവുകയുള്ളൂ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. Central Statistical Office. Next topic, CSO. CSO full form Central Statistical Office. What is CSO? CSO means an institution that works under the Ministry of Statistics and Program Implementation.
CSO and institution. CSO and institutions that work under the Ministry of Statistics and Program Implementation. Program Implementation. Statistics and Program, Ministry of Statistics, Ministry of Statistics and Program Implementation, MOSPI. അപ്പോൾ എന്താണ് CSO? Central Statistical Office. An institution that works under the Ministry of Statistics and Program Implementation. Statistics and Program Implementation അതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? CSO. അപ്പോൾ എന്താണ് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ലേ? ഈ CSOയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ്. ഫസ്റ്റ് വൺ, കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. Then second one, collect data of all sectors and process it for planning purpose. Important functions, CSOയുടെ important functions ആണ്. Important functions. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. Then second one, collect data of all sectors. All sectors means primary, secondary and tertiary sector. Collect data of all sectors and process it for planning purpose. Collect data of all sectors. Collect data of all sectors and process it for planning purpose. Planning purpose. Then third one. Then 1, 2, third one, estimate national income using data. Estimate national income. Using data. ഈ ഡാറ്റ ഉപയോഗിച്ച് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുക. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് CSO. അപ്പോൾ CSOയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഒന്ന് എന്താണ്? ഒന്നാമത്തത് കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ. ഡാറ്റകൾ കോർഡിനേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുന്നു. Then second one, collect data of all sectors and process it for planning purpose. എല്ലാ സെക്ടറിലെയും, അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഈ 3 സെക്ടറുകളിലെയും ഡാറ്റ കളക്ട് ചെയ്യുകയും അത് പ്ലാനിംഗ് പർപ്പസിന് വേണ്ടി പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തെ എന്താണ്? എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡാറ്റ. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യുക. ദീസ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് CSO. CSO എന്ന് പറയുന്നത് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. An institution that works under the Ministry of Statistics and Program Implementation. CSO classified the economic activities included in the primary, secondary and tertiary sector. Central Statistical Office has classified the economic activities included primary, secondary and tertiary sector. CSO എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് അത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പിക്ചർ കാണാം. അത് ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടർ, ആ ഒരു ടേബിൾ ശ്രദ്ധിക്കാം. ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഓരോ സെക്ടറിലും ഇൻക്ലൂഡ് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. പ്രൈമറി സെക്ടറിൽ
agriculture and allied activities, forestry, fishing, mining. പ്രൈമറി സെക്ടറിൽ ഇപ്പൊ CSO ക്ലാസിഫൈ ചെയ്യണം ഓരോ എക്കണോമിക് ആക്ടിവിറ്റീസും ഏതൊക്കെ സെക്ടറിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ പ്രൈമറി സെക്ടറിൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിംഗ്, മൈനിങ്. ദെൻ സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രി, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ അല്ലെ. സെക്കൻഡറി സെക്ടറിൽ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ട്, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏത് സെക്ടറിലാണ്? സെക്കൻഡറി സെക്ടർ. ദെൻ മൂന്നാമത്തത് ടേഴ്ഷറി സെക്ടർ. ടേഴ്ഷറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, പ്രൊക്യൂർമെന്റ്, ബാങ്കിങ്, ബിസിനസ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസസ്, ട്രീറ്റ്മെന്റ്, ടീച്ചിങ്, ഇതെല്ലാം തന്നെ ഇതിലാണ്? ടേഴ്ഷറി സെക്ടർ. അപ്പൊ ഈ CSO ആണ് ഇങ്ങനെ CSO ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഓരോ ആക്ടിവിറ്റീസും ഏതിലൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ടേബിള് പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷറി സെക്ടറിന്റെ ടേബിള് തരും. ഒക്കെ എങ്ങനെയാണ് ഓരോന്നിലും പിന്നെ പ്രൈമറി സെക്ടറിൽ, സെക്കൻഡറിയിലും ടേഴ്ഷറിയിലും ഉള്ള കാര്യങ്ങൾ തരും. അതേപോലെ തന്നെ 3 സെക്ടറിലും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് തന്നിട്ട് നിങ്ങളോട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് എക്സാമിന് സാധാരണ ചോദിക്കാറ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. ആ ഒരു ടേബിള് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് we have discussed about economic activities. Activities that generate income are called economic activities. Then we have discussed about primary sector. Primary sector means the sector involving activities making direct use of natural resources is called primary sector. Then we have discussed about the agricultural sector. Agricultural sector activities related to agricultural form a major part of it. This sector is also called agricultural sector. After that we have discussed about secondary sector and industrial sector. Secondary sector means economic activities that manufacture goods making the use of products of primary sector as the raw materials. Such activities fall under the secondary sector. Industrial sector means activities, economic activities gives more importance to industrial activities. It is called industrial sector. After that we have discussed about the tertiary sector. Tertiary sector or service sector. All services include the services sector. It includes education, banking, IT, transport, etc. Then we have discussed about the interrelation between primary, secondary and tertiary sector. At last we have discussed about CSO. CSO, Central Statistical Office, and CSO and its important functions. Then CSO classified the economic activities related to primary, secondary and tertiary sector. Okay, as usual I am going to an assignment for you. The question is, what is CSO? Write about the important functions of CSO. Once again, what is CSO? Write about the important functions of CSO. Okay, see you the next section. Thank you.